നിങ്ങളൊരു ടെക്നിക്കൽ എക്സാം ക്രാക്ക് ചെയ്ത് കേരള PSCയുടെ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കേരള PSC എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന PSC എക്സാംസുകൾ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് എക്സാമുകളെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ഈ മാറ്റങ്ങളെ എങ്ങനെ ഓവർകം ചെയ്തുകൊണ്ട് ഏറ്റവും അഡാപ്റ്റീവ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഗവൺമെന്റ് സെക്ടർ ജോലിയിലേക്ക് എത്താൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ്. വെൽക്കം ടു എൻട്രി. മൈ നെയിം ഈസ് മുഹമ്മദ് ഷാദ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള PSCയുടെ പുതിയ ട്രെൻഡുകളെ കുറിച്ചാണ്. കേരള PSCക്ക് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള PSCയുടെ ഒരു രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതേപോലെ തന്നെ അല്ലെങ്കിൽ പല പല പ്രീവിയസ് എക്സാംസുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്ത് വരിക. അതേപോലെ തന്നെ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മിനിമം ഒരു 6-7 വർഷങ്ങളിൽ കഴിഞ്ഞിട്ട് അടുത്ത എക്സാം വരിക എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരു ഡിലേയും അതേപോലെ തന്നെ ഒരു കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചോ കേരള PSCയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ കേരള PSCയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 2-3 വർഷങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങൾക്കാണ് കേരള PSC സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഇപ്പം നിലവിലെ എക്സാംസുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനുള്ളിൽ ജോലി കയറിയിട്ടുള്ള ആളുകൾക്കും അറിയാം. എന്നാൽ എക്സാംസിനെ കുറിച്ച്, അതായത് ഈ ഒരു ഗവൺമെൻറ് എക്സാംസുകൾക്ക് ക്രാക്ക് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇലക്ട്രിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ ഈ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യുക ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കേരള PSCയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കേരള PSCയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നതും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ക്യാൻസലേഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. അതായത് മുൻ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ട് പിന്നെയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ KSEBയുടെ സബ് എഞ്ചിനീയർ എക്സാം തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 2014 ഈ എക്സാം ഒരു തവണ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അന്ന് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഉദ്യോഗാർത്ഥികൾ പിന്നീട് ഒരു പക്ഷേ അവർ കാത്തിരുന്നിട്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും അത്രയും കാലങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവുക. അതായത് 2020 ഡിസംബറിൽ, അതായത് 2021 തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ഒരു സമയമായപ്പോഴാണ് KSEB രണ്ടാമത് നോട്ടിഫിക്കേഷൻ വന്നത്. എന്ന് വെച്ചാൽ വലിയൊരു കാലയളവാണ് അതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എടുക്കുകയാണെങ്കിൽ 2014 കണ്ടക്ട് ചെയ്തതിന് ശേഷം പിന്നീട് നടന്നത് 2020 ഡിസംബറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നത്. അങ്ങനെ അതിൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ അവിടേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ വലിയൊരു അന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പുതിയ റാങ്ക് ലിസ്റ്റ്, അതായത് ഒരു നോട്ടിഫിക്കേഷനിലുള്ള നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അത് എക്സ്പയർഡ് ആയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കേരള PSCയിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഡേറ്റ് ഓഫ് ക്യാൻസലേഷനും ന്യൂ നോട്ടിഫിക്കേഷനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം കുറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് നോക്കാം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഡേറ്റ് ഓഫ് ക്യാൻസലേഷന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കേരള PSC പുതിയ നോട്ടിഫിക്കേഷനുമായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കും ഇൻസ്പെക്ടർ എക്സാമിന് മാത്രമാണെന്ന്. അല്ല, ഒരുപാട് PSC എക്സാംസുകളിൽ ഈ ഒരു മാറ്റം വിസിബിൾ ആണ്. അതായത് ഡേറ്റ് ഓഫ് ക്യാൻസലേഷന് മുന്നേ തന്നെ പുതിയ PSC നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുന്നത്, ഇത് കേരള PSC ആദ്യം നമ്മൾ വന്ന സമയത്ത് നമ്മൾക്കൊരു റയർലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും എമർജൻസി ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഈ ട്രെൻഡ് ഒരുപാട് എക്സാംസുകൾക്ക് ഫോളോ ചെയ്തതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരള PSCയുടെ ട്രെൻഡാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നതിൻ്റെ മിനിമം ഒരു 6 മാസം മുന്നേ എങ്കിലും പുതിയൊരു എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ആ പഴയ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്ന അതേ ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിലോ ആയിട്ട് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ബ്രോട്ട് ഇൻ ടു എഫക്റ്റ് എന്നുള്ള രീതിയിൽ കാണുക എന്നുള്ളത്, ഇതാണ് കേരള PSCയുടെ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തിട്ടില്ലെങ്കിലും തൊട്ടടുത്ത എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. മാത്രമല്ല ഓരോ വർഷങ്ങളിലും BTech കഴിഞ്ഞും ഡിപ്ലോമ കഴിഞ്ഞും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്തിറങ്ങുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ലക്ക് എന്ന് പറയുന്നത് ഒരു ഫാക്ടറായിട്ട് മാറിപ്പോവും. അതായത് ഇങ്ങനെ വലിയ അന്തരം വരുന്ന സമയത്ത് ഇപ്പോൾ 2014 ഉദാഹരണത്തിന് 2014 എക്സാം കഴിഞ്ഞു വിചാരിക്കുക, 2015 BTech കഴിഞ്ഞാലും 16 കഴിഞ്ഞാലും 17, 18, 19 കഴിഞ്ഞവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ മിസ്സായി പോവുകയാണ് അല്ലേ. അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സായി പോവുകയാണ്. ഞാൻ സബ് എഞ്ചിനീയറുടെ കാര്യമോ അല്ലെങ്കിൽ ഇൻസ്പെക്ടറുടെ കാര്യമോ എടുക്കുകയാണെങ്കിൽ ആ രീതിയിലാണ്. എന്നാൽ നിലവിലുള്ള പുതിയ രീതി അനുസരിച്ച് എല്ലാ വർഷവും പാസ് ഔട്ട് ആവുന്ന ആളുകൾക്കും ഈ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഒരു ഗവൺമെൻറ് സെക്ടർ ജോലിയിലേക്ക് തന്നെ എത്താൻ സാധിക്കും. ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനും അതേപോലെ തന്നെ എക്സാം ഡേറ്റും തമ്മിലുള്ളൊരു അന്തരമാണ്.
അതായത് നമ്മൾ എല്ലാപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരുപാട് നോട്ടിഫിക്കേഷൻ വീഡിയോസുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയും വലിയൊരു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ടായിരുന്നു, എക്സാമിന് കിട്ടാറുണ്ടായിരുന്നു. അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മിനിമം ആണ് 6, പലപ്പോഴും അത് 8 മാസവും 1 വർഷവും 1 വർഷത്തിലധികമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രിപ്പറേഷൻ ടൈമായിട്ട് കിട്ടാറുണ്ട്. എന്നാൽ അവിടെയും കേരള PSC നമ്മളെ എന്ത് ചെയ്യാണ്, ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയൊരു ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്ന് 4 മാസത്തിനുള്ളിലും 5 മാസത്തിനുള്ളിലൊക്കെ എക്സാം നടക്കുന്ന ഒരു ടെൻഡൻസി കൂടി വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റവും നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. പല ആളുകൾ എന്താണ്, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകളുണ്ട് കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന്. ശരിയായിരുന്നു. പഴയൊരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള PSCയുടെ മുൻകാല രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഒരു 6 മാസം ഇനഫ് ടൈം തന്നെയാണ് പ്രിപ്പറേഷന്, അല്ലേ? ആ സമയം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന വിഷയങ്ങളെ ഏത് ബ്രാഞ്ചസിലാണെങ്കിലും വരുന്നുള്ളൂ. പക്ഷേ അത് 3-4 മാസമായിട്ട് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ എക്സൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുറവായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ 2 മാറ്റങ്ങളാണ് കേരള PSCയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ. വേറെയും ചില മാറ്റങ്ങളുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് നിങ്ങൾ നോക്കി. നോട്ടിഫിക്കേഷൻ നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും ആട്ടോ നമ്മൾ ആദ്യം നോക്കുന്നത്. നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എക്സാം ഡേറ്റിലേക്ക് എത്ര സമയം ഉണ്ടെന്നുള്ള 17/6/2025 നോട്ടിഫിക്കേഷൻ വന്നു, ജൂൺ 17. 14/10/2025 എക്സാം ആണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 മാസം മിനിമം നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. അതായത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മിനിമം ഒരു 6 മാസം കിട്ടുന്നത്. പക്ഷേ ഇവിടെ 6 മാസം വന്നിട്ടില്ല. അതിൽ നേരത്തെ എന്ത് ചെയ്യാണ്, എക്സാം കണ്ടക്ട് ചെയ്യാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 14/10 അല്ല 14/11 എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ 15/9/2025 നോട്ടിഫിക്കേഷൻ. എക്സാം വരാൻ പോകുന്നത് 19/1/2026. അവിടെയും ഇനഫ് ടൈം കിട്ടിയിട്ടില്ല. PWD AE സിവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ PWD AE സിവിൽ 31/7/2025 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ എക്സാം കടന്നത് 11/12/2025. ഇനഫ് ടൈം വരുന്നുണ്ടോ? ഇല്ല. ഈ എക്സാം ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇലക്ഷൻ കാരണം ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും PSC പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവിടെയും എന്ത് ചെയ്തിട്ടില്ല, അവിടെ ഒരു ഇനഫ് ടൈം പ്രിപ്പറേഷൻ ടൈം കിട്ടിയിട്ടില്ല. ഇനി അടുത്തത് LSGD AE സിവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 31/12/2024 നോട്ടിഫിക്കേഷൻ വന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 7 മാസത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ആ ഒരു ടൈം കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് PSCയുടെ മാറ്റങ്ങൾ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതായത് 6 to 8 months എന്നുള്ളത് എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഒരു 4 to 5 months എന്നൊക്കെയുള്ള രീതിയിലേക്ക് അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. നിങ്ങൾ ഏതെങ്കിലും എക്സാമിന്, നിങ്ങൾ ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ KCB സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാം ആയിക്കോട്ടെ, അതല്ല നിങ്ങൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഏത് ബ്രാഞ്ചസിലെ ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമിന് നിങ്ങൾക്ക് ഇനഫ് പ്രിപ്പറേഷൻ ടൈം കിട്ടാൻ നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ. അതായത് അപ്പോഴും ചില ആളുകൾക്കുള്ള ഒരു സംശയമാണ് നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെ വേഗത്തിൽ വരുമോ എന്നുള്ളത്. അവിടെയാണ് നിങ്ങൾ ഇത് കണ്ടത്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഇതിൻ്റെ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ വരുന്നത് നോക്കി 8/3/2026. അതായത് മാർച്ച് 2026 ക്യാൻസലേഷൻ. നോട്ടിഫിക്കേഷൻ വന്നതോ അതിനെക്കാട്ടിലും 9 മാസം മുന്നേ. അതായത് ഞാൻ പറഞ്ഞൊരു 6 മാസം മുന്നേ ഒക്കെയാണ് നോട്ടിഫിക്കേഷൻ വരികയെന്ന്. പക്ഷെ അതിലും നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. PWD AEയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, 6/5/2027 എക്സ്പയർ ആവേണ്ട റാങ്ക് ലിസ്റ്റിൽ 31/7/2025 തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 5/5/2026 15/9/2025 എന്ത് ചെയ്തു, നോട്ടിഫിക്കേഷൻ വന്നു. വലിയ മാറ്റങ്ങളാണ്. അതായത് നോട്ടിഫിക്കേഷൻ ഡേറ്റ്, അതായത് ഡേറ്റ് ഓഫ് ക്യാൻസലേഷന് മുന്നേ എക്സാം വന്നിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കുറച്ച് നേരത്തെ വന്ന എക്സാം ആണ്. അവിടെ 8/12/2024 എൻഡ് ചെയ്യേണ്ടത് വന്നത് 1/4/2024. അതേപോലെ 21/4/2025 എക്സ്പയർഡ് ആവേണ്ട റാങ്ക് ലിസ്റ്റ് ആണ് വന്നത് 31/12/2024. അതായത് ഇവിടെയും വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ക്യാൻസലേഷന് മുന്നേ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണ്ടേ. അതായത് ഈ ട്രെൻഡ് തിരിച്ചറിയാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എയിം ചെയ്യുന്ന ഒരുപാട് എക്സാംസുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും വെയിറ്റ് ചെയ്യുന്ന എക്സാംസുകളാണ് KCB സബ് എഞ്ചിനീയർ, അതേപോലെ
മറ്റേ മെക്കാനിക്കൽ സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യുന്ന എക്സാമാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ലെക്ചർ ഇൻ പോളിടെക്നിക് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസുകൾ ഓരോരുത്തരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരം എക്സാംസുകൾക്ക് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം എക്സാംസുകൾ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ട്രെൻഡുകൾ മാറിയ സമയത്ത് മറ്റ് ചില മാറ്റങ്ങളെക്കുറിച്ച്, അതായത് ഇപ്പോൾ ഡേറ്റ് ഓഫ് ക്യാൻസലേഷനും ന്യൂ നോട്ടിഫിക്കേഷൻ ആ ഒരു ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആൻഡ് എക്സാം ഡേറ്റ് ആ ഒരു ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വന്നിരിക്കുന്ന മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ കണ്ടതുപോലെ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ടെൻഡൻസി വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, കുറച്ചുകൂടി അനലിറ്റിക്കൽ ആയിട്ടുള്ള, കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് എക്സാമിന് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങുക എന്നുള്ളത് യാതൊരു കോംപ്രമൈസും ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും നേരത്തെ ആരംഭിക്കുക. അപ്പോൾ എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ ഏത് ബ്രാഞ്ചസിലും നിങ്ങൾ ടെക്നിക്കൽ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി എൻട്രിയോടൊപ്പം പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ ഇപ്പോൾ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിലോ നിങ്ങൾ ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.